മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ ആത്മാവ് മേഘനയും പ്രതാപനെയും എല്ലാവരെയും ശല്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു മന്ത്രവാദിയൊക്കെ കണ്ട് കുറേ പൂജയും മന്ത്രവാദമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അതിലൊന്നും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ അവരാ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നു. മാർക്കോയുടെ പ്രേരണയാൽ മഹാലക്ഷ്മി നടത്തിയ നാടകമാണ്. അവൾ ശരിക്കും മരിച്ചിട്ടില്ല, കണ്ണനോടൊപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും അവർക്ക് ആകെ അങ്ങ് ഷോക്കാവുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മളെ ഇട്ട് പറ്റിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നു. മാത്രമല്ല മഞ്ജുവിന് സാഗറിനെ ഇഷ്ടമാണെന്നുള്ള കാര്യവും കുടുംബത്തിലെ എല്ലാവരും അറിയുന്നു. അതറിഞ്ഞ പ്രതാപനും മുത്തശ്ശിയൊക്കെ അങ്ങ് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു. കാരണം എന്തുമാത്രം സഹായങ്ങളാണ് ആ മേഘൻ നമുക്കൊക്കെ വേണ്ടി ചെയ്തത്. ആ പെങ്കൊച്ചിന് ഇതെന്തു പറ്റി, അവളെ പറഞ്ഞ് ഉപദേശിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സൊട്ടും മാറുന്നില്ല. മേഘന് മാനസ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊക്കെ അവൾ തുറന്നു പറയുന്നു ദേഷ്യത്തോടെ. മാത്രമല്ല മേഘന് മാനസയും മാത്രമല്ല അടുപ്പം, ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇതുപോലെ ബന്ധമുണ്ട്. അവൻ കൊള്ളരാത്തവനാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. ഇതേ തുടർന്ന് പ്രതാപനും വാമദേവനും മുത്തശ്ശിയും സീമന്തിനിയമ്മയും ദുർഗാമ്മയും എല്ലാവരും അങ്ങ് ഷോക്കാവുന്നു. കാരണം ഇത്രയും നാൾ മറച്ചു വെച്ചിരുന്ന കാര്യം മഞ്ജു തുറന്നു പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. തെളിവ് സഹിതമാണ് മഞ്ജു എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അവർ തങ്ങളിലുള്ളൊരു ഫോട്ടോ സെൽഫി ആയിട്ട് ആരോ വാട്സപ്പിൽ അയച്ചു തന്നത്, ആ ഫോട്ടോയും കാണിക്കുന്നു. മാത്രമല്ല ആ കുട്ടിയുടെ മുടിയും മേഘൻ്റെ മുടിയും DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് കാണിക്കുന്നു. അങ്ങനെ തെളിവോടെ അവൾ പറയുമ്പോൾ അവളെ ആർക്കും ഒന്നും പറയാനും ആകുന്നില്ല. എല്ലാ ബന്ധവും അവസാനിച്ച് അവൾ കമലേശ്വരം വീട്ടിലേക്ക് തന്നെ വരുന്നു. അതേസമയം മേഘനല്ലേ ആള് സാഗറിനെ വെച്ചേക്കും തോന്നുന്നുണ്ടോ? തൻ്റെ പെണ്ണിനെ തന്നെ വളച്ചെടുക്കാൻ നോക്കിയ സാഗറിനെ തല്ലി ശരിയാക്കാൻ നോക്കുന്നു മേഘൻ. ആ സമയത്ത് നമ്മുടെ മാർക്കോ തന്നെ സാഗറിനെ രക്ഷപ്പെടുത്തുന്നു. മാത്രമല്ല മേഘന് നല്ല തിരിച്ചടി തന്നെ മാർക്കോ കൊടുക്കുന്നു. അടിച്ച് പഞ്ചറാക്കിയതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട്, ഇതെന്തിനൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലായോ? ആ പാവം കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനും മഹാലക്ഷ്മിയെ കൊന്ന് ചിതയൊരുക്കി കത്തിച്ച് അതിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നോക്കി. മാത്രമല്ല എന്നെ കള്ളപീഡന കേസിൽ അകത്താക്കാൻ നോക്കി. കണ്ണസാറിൻ്റെ ദാമ്പത്യ ജീവിതം പണം കൊടുത്ത് കൂലിക്ക് ആളെ വിട്ട് തകർക്കാൻ നോക്കിയതല്ലേ നീ? അതുകൊണ്ട് നിൻ്റെ ദാമ്പത്യ ജീവിതം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച നീ ആ പാവം കണ്ണസാറിൻ്റെ സഹോദരിയെ വഞ്ചിക്കാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ബന്ധുക്കളല്ലേ. അതിനെല്ലാം ഉള്ള ശിക്ഷയാണ് ഇപ്പം ഞാൻ തന്നിരിക്കുന്നത്. ഇതിനപ്പുറം നീ ആർക്കെങ്കിലും എതിരെ പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മേഘനും പറയുന്നു, എന്തായാലും നീ എൻ്റെ ജീവിതം കുളം തോണ്ടി എൻ്റെ ഭാവി തുലച്ചു. ഇതിനൊക്കെയുള്ള കൂലി നിനക്ക് തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ വെറുതെ വിടില്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ ഇനി മഹാലക്ഷ്മിയെ ആയാലും കണ്ണനെ ആയാലും മഞ്ജുവിനെ ആയാലും എന്തും ഞാൻ ചെയ്യൂ. അതെൻ്റെ പ്രതിജ്ഞയാണെന്നൊക്കെ പറയുന്നു. നമുക്ക് കാണാടാ, നിനക്ക് കിട്ടിയതൊന്നും പോരെന്ന് ചോദിച്ച് മാർക്കോ 2 അടിയും കൂടി കൊടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്തായാലും മേഘന് തീർത്താ തീരാത്ത കലിയാകുന്നു. തൻ്റെ ജീവിതം തകർത്തതിനുള്ള പ്രതികാരം ചെയ്യണമെന്ന് ഉറച്ചു തീരുമാനിക്കുന്നു. മാർക്കോ തല്ലി ശരിയാക്കിയ നമ്മുടെ മേഘനെ കാണാനായിട്ട് മാനസയും കുഞ്ഞും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ആ സമയത്ത് സീമന്തിനിയമ്മയും വാമദേവനും സ്വാതിയൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാവരും മാനസയെ കണ്ട് ആകെ ഷോക്കാവുന്നു. മാത്രമല്ല ഈ കുഞ്ഞ് മേഘൻ്റെ ആണെന്ന് മുന്നേ മഞ്ജു പറഞ്ഞറിയാം, നേരി കാണുന്നത് ആദ്യമായിട്ടാണ്. അവരെല്ലാം മാനസയോട് ആദ്യം പൊട്ടിത്തെറിക്കുന്നുണ്ട്. എങ്കിലും ക്രമേണ എന്തായാലും ഇനി മഞ്ജു മേഘൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലെന്ന് ഉറപ്പാവുന്നുണ്ട്. അതുകൊണ്ടൊന്ന് അയഞ്ഞു കൊടുക്കുന്നു. മേഘനെ കാണാൻ അനുവാദം കൊടുക്കുന്നു. എങ്കിലും വീട്ടിലേക്കൊന്നും മാനസയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും മാനസ അവൻ്റെ ഭാര്യയാണെന്നും അതിലുള്ള കുഞ്ഞാണെന്നുമുള്ള ആ ഒരു പരിഗണന സീമന്തിനി അമ്മായിക്കും വാമനും ഉണ്ട്. എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളായിട്ട് എന്തിനാ അവർ തമ്മിലുള്ള ബന്ധത്തിന് എതിർപ്പ് നിൽക്കുന്ന എന്നൊരു മനോഭാവം. അതേസമയം മഞ്ജു എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്ന് കണ്ണൻ്റെ കാലിൽ വീണ് കരഞ്ഞു പറയുന്നു. മാത്രമല്ല അവൾ എല്ലാ സത്യങ്ങളും കണ്ണൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നു. എന്നു മുതലാണ് മേഘനെ അവൾക്ക് മനസ്സിലായെന്നുള്ള കാര്യവും മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സാഗർ പറഞ്ഞ് തനിക്കറിയാമായിരുന്നു. എന്നിട്ടും ആ സത്യം സ്വന്തം അമ്മയോട് പോലും പറയാതിരുന്നത് മേഘനൊരു തിരിച്ചടി കൊടുക്കുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടാണ്. താൻ ചെയ്ത എല്ലാ തെറ്റിനും
തനിക്ക് ദൈവമായിട്ട് തന്നെ കൂലി തന്നു. മഹാലക്ഷ്മി ഏട്ടത്തിയെയും കണ്ണേട്ടനെയും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും നോവിച്ചതിനുള്ള കൂലിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി മേലിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കത്തില്ല. എന്നോട് കണ്ണേട്ടൻ പൊറുക്കണം. ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ താമസിക്കാനുള്ള അനുവാദം എനിക്ക് തരണം. മാത്രമല്ല ഇനി ഒരിക്കലും എനിക്ക് മേഘനോടൊപ്പം കുടുംബമായി ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ തുറന്നു പറയുന്ന കേട്ടിട്ട് കണ്ണൻ പറയുന്നു, അന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, മേഘൻ്റെ കള്ളക്കളികൾ നിനക്കെന്ന് മനസ്സിലാകുന്നോ അന്ന് നീ അവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ തള്ളിക്കളയില്ല. നീ എൻ്റെ കുഞ്ഞു പെങ്ങളാ. കുട്ടിക്കാലം മുതലേ എനിക്ക് ഉണ്ണിയേക്കായ ഒരു അല്പം കൂടുതൽ സ്നേഹം നിന്നോട് തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയുക, നിനക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാം. എന്തായാലും നീ എൻ്റെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ആ കൂട്ടരുടെ കൂടെയും മഹാലക്ഷ്മിയുടെ മരണശേഷം ആഘോഷിക്കാനുള്ള പാർട്ടിയിലൊന്നും പങ്കെടുത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. മാത്രമല്ല നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പം മേഘൻ്റെ കള്ളക്കളിയെല്ലാം മനസ്സിലായതിന് ശേഷമുള്ള മാറ്റമാകാം. എങ്കിലും നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നൊക്കെ പറയുന്നു. അത് കേട്ട് മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, തെറ്റാർക്കും പറ്റും. അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുന്നതിലാണ് നമ്മുടെ നന്മയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു കൈകൂപ്പി തൊഴുത് മഹാലക്ഷ്മിയോട് മാപ്പ് പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കമലേശ്വരം വീട്ടിൽ വന്ന കാലം മുതൽ എന്നോട് ആരും സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. നീയെങ്കിലും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന സമയത്ത് എല്ലാ തെറ്റും എൻ്റേത് മാത്രമാണ്. മേഘൻ്റെ വാക്ക് വിശ്വസിച്ച് എല്ലാവരോടും മോശമായി പെരുമാറി. അതിനൊക്കെയുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നേ എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, കൊള്ളാം, കണ്ണനും മഹാലക്ഷ്മിയും മരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾക്കൊപ്പം കൂട്ടുനിന്ന നീ ഇപ്പോൾ അവരുടെ സൈഡിലായോ? ഒരു കാര്യം നീ മറക്കരുത്, നിൻ്റെ വിവാഹത്തിന് നിൻ്റെ ഈ കണ്ണേട്ടനും മഹാലക്ഷ്മിയൊന്നും പങ്കെടുക്കാതിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന ആഭരണങ്ങൾ തന്നാണ് നിൻ്റെ വിവാഹം നടത്തിയെന്നുള്ള കാര്യം. അത് കേട്ട് കണ്ണൻ ചൂടായി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിക്ക് നിൻ്റെ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ആവശ്യമില്ല. മഞ്ജു ഇപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആഭരണങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിരിക്കണം. ഇത് ഞാനാ പറയുന്നത്. എൻ്റെ അനിയത്തിക്ക് ഇനി നിൻ്റെ സ്വർണ്ണാഭരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനുണ്ട്. മാത്രമല്ല അവളൊരു തെറ്റ് ചെയ്യാൻ പോന്നു എന്ന് കണ്ടിട്ടാണ്, തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞത്. അല്ലാതെ എൻ്റെ അനിയത്തിയെ ഞാൻ ഒരിക്കലും തഴഞ്ഞിട്ടില്ല. മേഘനെ പോലൊരു ചതിയനെ വിവാഹം കഴിച്ച് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവക്കായിട്ട് കൊടുത്തത്. എന്നാൽ നീ അതിൻ്റെ ഒരു അല്പം കരുണ സ്വന്തം ചേച്ചിയോടെ കാണിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ. ആ ഒരു കരുണയെങ്കിലും നീ കാണിച്ചിട്ടുണ്ടോ? മഹാലക്ഷ്മിയെ കൊല്ലാൻ നിൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും മേഘനോടും ചേർന്ന് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? നീ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാൻ കൊള്ളാമോ? കണ്ണൻ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതൊക്കെ കേട്ട് പശ്ചാത്തപിച്ച് നിൽക്കുന്ന കരുണയെ കാണിക്കുന്നു. അപ്പം എന്തായാലും കരുണയ്ക്കും ഉണ്ണിക്കും ദുർഗാമ്മയ്ക്കും ഒക്കെ നല്ല തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതേസമയം മഞ്ജുവിൻ്റെ ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.